അസ്സലാമു അലൈക്കും. വിധി വളരെ ക്രൂരനാണ് എന്ന് ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരു സംഭവമാണ് കോഴിക്കോട് പേരാമ്പ്ര ചെറുവണ്ണൂർ കക്കറമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും കേൾക്കാൻ വേണ്ടി സാധിച്ചത്. സ്വിഫ്റ്റ് കാറിന് തീപിടിച്ചുകൊണ്ട് 7 മാസം ഗർഭിണിയായ ഒരു യുവതി കാറിനുള്ളിൽ തീപിടിച്ച് ശ്വാസം കിട്ടാതെ വെന്തു മരിച്ചു എന്ന് പറയുമ്പോൾ എത്രമാത്രം സങ്കടകരമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം. 2 ജീവനുകൾ പിടഞ്ഞ് മരിക്കുകയാണ്. അതും പേരാമ്പ്ര കല്ലോട് ഹോസ്പിറ്റലിൽ 7 മാസത്തെ എല്ലാ പ്രഗ്നന്റ് ടെസ്റ്റും ചെയ്തതിന് ശേഷം ക്ഷീണിതയായതിനു ശേഷം യുവതി കാറിൻ്റെ പിൻ സീറ്റിലായിരുന്നു ഇരുന്നത്. റിജിനായിരുന്നു ഭർത്താവ്. വണ്ടി ഓടിച്ചിരുന്നത്. ഭാര്യയുടെ പേര് സോന എന്നാണ്. ഇവർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കല്ലോട് ഹോസ്പിറ്റലിൽ നിന്നും അതുപോലെ ചെറുവണ്ണൂർ കക്കറമുക്കിലേക്ക് പോകുന്ന വൈമധ്യയാണ് ഇത്തരത്തിൽപ്പെട്ട ഒരു സംഭവം ഉണ്ടാകുന്നത്. പെട്ടെന്ന് തന്നെ കാറിൻ്റെ പിൻവശത്ത് തീപിടിക്കുന്നു. അതുപോലെ തന്നെ ഒരു സ്ഫോടനത്തോടു കൂടി കാർ പൊട്ടിത്തെറിക്കുകയാണ്. 8 മിനിറ്റോളം സമയം ആ കാർ കത്തി എന്നുള്ളതാണ്. യാതൊരു കാരണവശാലും ആ യുവതിയെ രക്ഷിച്ചെടുക്കാൻ നാട്ടുകാർക്കോ അതുപോലെ തന്നെ പേരാമ്പ്ര ഫയർഫോഴ്സ് സംവിധാനത്തിനോ ഒന്നും തന്നെ സാധിച്ചില്ല. റിജിൻ എന്ന് പറയുന്ന ഭർത്താവിന് സാരമായ പൊള്ളലോടുകൂടി അദ്ദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിനും തീ പടർന്നിരുന്നു. അദ്ദേഹം ആ തീയാലെ അടുത്തുള്ള കനാലിലേക്ക് വെള്ളത്തിലേക്ക് ചാടുകയായിരുന്നു. ആ ഒരു ചാട്ടം തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള പൊള്ളലേൽക്കലിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ്. കാരണം ഗർഭിണിയായ 7 മാസം ഗർഭിണിയായ യുവതി, അവർക്ക് ചില ശാരീരിക അസ്വസ്ഥതകൾ ഉള്ളത് കൊണ്ട് തന്നെ മുൻ സീറ്റിൽ ഇരിക്കുന്നതിന് പകരം പിൻസീറ്റിൽ കിടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കാറിൻ്റെ പിൻസീറ്റിൽ കയറിയത്. ആ യുവതി ചെറിയ ഒരു ഉറക്കത്തിലായിരുന്നു, അല്ലെങ്കിൽ ഒരു മയക്കത്തിലായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും വിധിയുടെ ഞാൻ പറഞ്ഞത് ഒരു ക്രൂര വിനോദം എന്ന് വേണം നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഏഴിണിയായ യുവതി വെന്തു മരിച്ചിരിക്കുന്നു. പേരാമ്പ്ര കക്കറമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അതിദാരുണമായ ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ഈ ഒരു സംഭവം നേരിട്ട് കണ്ട വ്യക്തി തന്നെ പറയുന്നത് 8 മിനിറ്റോളം സമയം കാർ നിന്ന് കത്തി എന്നുള്ളതാണ്. ആർക്കും കാറിൻ്റെ അടുത്തേക്ക് അടുക്കാനോ അല്ലെങ്കിൽ അവരൊരു രക്ഷാപ്രവർത്തനം നടത്താനോ അവർക്ക് സാധിക്കുന്നില്ല. കാരണം തീ ആളിപ്പടരുകയാണ്. അതിനുശേഷമാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പേരാമ്പ്ര ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാം ചേർന്നുകൊണ്ട് പെട്ടെന്ന് അവരെ 2 പേരെയും ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും റിജിന് കാര്യമായ പരിക്കുകൾ കുറവായിരുന്നു. പക്ഷേ സഹോദരിയെ രക്ഷിക്കാൻ വേണ്ടി സാധിച്ചില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. നമുക്ക് നാട്ടുകാരുടെ അഭിപ്രായം ഒന്ന് കേൾക്കാം. ഇവിടെയാണ് ഉണ്ടായത്. കാറ് കക്കറമുക്കിലേക്ക് പോകുന്ന പോകിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് കാറ് കത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് രജൻലാൽ ഓടി തൊട്ടടുത്ത തോട്ടിൽ പോയി. അയാൾ തൽക്കാലം തീയൊക്കെ കെടുത്ത്, പിന്നെ നാട്ടുകാരെല്ലാം ചേർന്നിട്ടാണ് ആദ്യം തീയെല്ലാം കെടുത്തി. പിന്നെ ഡോറ് തുറക്കാൻ പറ്റിയില്ല. അങ്ങനെ അവസാനം ആ ഡോറിൻ്റെ ഇടയിൽ കൂടിയുള്ള ഗ്യാപ്പിൽ കൂടിയാണ് ഇവരെ ആയിരുന്നു എടുക്കുന്നത്. അങ്ങനെ ഇവിടെ കല്ലോട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. 2 പേര് മാത്രമേ കാറിലുള്ളൂ. 2 പേര് മാത്രമേ കാറിലുള്ളൂ. 2 പേര് സമയം നിന്ന് കത്തി കാർ. കുറേ സമയം, ഒരു 5-8 മിനിറ്റോളം കത്തി കാണും. 5-8 മിനിറ്റ്. ഈ കല്ലോട് ആശുപത്രി ഡോക്ടറെ കാണിച്ച് തിരിച്ചു പോകുമായിരുന്നു. ഡോക്ടറെ കാണിച്ച് തിരിച്ചു പോവാണ്. അതിനടുത്ത് തന്നെയാണ് വീട്. കക്കറമുക്കിൽ അവിടെ നിന്ന് 2-3 കിലോമീറ്റർ, 2 കിലോമീറ്റർ അപ്പുറം ആണ് വീട്. ജില്ലാലിന്റെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില? ജില്ലാല് അന്നേരം നമ്മൾ കണ്ടത് ഒരല്പം അവിടെ ഇവിടെയൊക്കെ പൊള്ളിയതായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. പെട്ടെന്ന് ഈ തോട്ടിലേക്ക് പോയതുകൊണ്ട് തീയങ്ങ് കൂടുതൽ പാളിയിട്ടില്ല. എന്നാലും ഷർട്ടൊക്കെ ശരീരത്തിൽ കത്തിയ ഷർട്ട് പൊട്ടിപ്പിടിച്ച് കിടപ്പുണ്ട്. അപ്പോൾ നാട്ടുകാർ പറയും, നിങ്ങൾ കേട്ട് കാണും. തൽക്ഷണം തന്നെ സോന മരിച്ചിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കാരണം സോന ക്ഷീണിതയായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ 7 മാസം ഗർഭിണിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു രക്ഷാപ്രവർത്തനം സ്വന്തം നടത്താനുള്ള ഒരു കഴിവ് ആ യുവതിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ കാറിൻ്റെ ഡോറ് തുറന്ന് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ അതിനുള്ള ഒരു സാഹചര്യം ആ യുവതിക്ക് ദൈവം കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ വണ്ടീൻ്റെ അകത്ത് കുടുങ്ങിപ്പോവുകയും പെട്ടെന്ന് തന്നെ തീ ആളിക്കത്തുകയുമായിരുന്നു. യാതൊരു കാരണവശാലും കാറിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് പോരാനുള്ള ഒരു സമയം ആ യുവതിക്ക് കിട്ടിയില്ല. റിജിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ എടുത്ത് ചാടി വെള്ളത്തിലേക്ക്. അതുകൊണ്ട് കാര്യമായ പൊള്ളലുകൾ ഏൽക്കാതെ ഏതായാലും ഷർട്ടൊക്കെ കത്തിക്കരിഞ്ഞ നിലയിലാണ്, ശരീരത്തിൽ ഒട്ടിപ്പിടിച്ച നിലയിലാണ് എന്ന് തന്നെയാണ് നേരിട്ട് കണ്ട യുവാവ് തന്നെ പറയുന്നത്. നിങ്ങൾ കേട്ട് കാണും. ഏതായാലും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്കൊന്ന് കാണാം. ിനിടയിൽ പിറകിലെ സീറ്റിന് സമീപത്ത് നിന്ന് പൊട്ടിത്തെറി കേൾക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ദൃക്സാക്ഷികൾ പറയുന്ന അനുസരിച്ചിട്ട് ബാക്കിലെ സീറ്റിൻ്റെ ഭാഗത്ത് നിന്ന് തീ പടരുന്നതും കണ്ടു. ഈ സമയത്ത് ബാക്ക് സീറ്റിൽ കിടക്കുകയായിരുന്നു സോന എന്ന് പറയുന്ന യുവതി. അവർ ഗർഭിണിയായിരുന്നു. അവർക്ക് പുറത്തിറങ്ങി ഓടാൻ കഴിയാത്തത് കൊണ്ട് അവർ വലിയ ദാരുണമായി പൊള്ളലേൽക്കുകയും മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഒരാൾ ഇങ്ങനെ ഒരു അപകടത്തിൽ മരിച്ചു എന്നാണ്. പിന്നെ ഭർത്താവ്, വാഹനം ഓടിച്ചിരുന്ന ഭർത്താവ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്തായാലും എന്താണ് അപകട കാരണമായത് എന്നെ സംബന്ധിച്ചൊക്കെ ഇപ്പോൾ വ്യക്തമായ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പോലീസ്, ഫയർഫോഴ്സൊക്കെ തീയണച്ച് അത് സംബന്ധമായ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.
പറയുന്നുണ്ട്. ചെറുവണ്ണൂർ റിജിൻ്റെ ഭാര്യയാണ് സോന. റിജിനാണ് ഇപ്പോൾ പരിക്കേറ്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. പിറകിലെ സീറ്റിൻ്റെ ഭാഗത്ത് നിന്ന് തീ പടരുകയും പൊട്ടിത്തെറി ഉണ്ടാവുകയും ചെയ്തു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. എന്തായാലും ഇപ്പോൾ തീ അണച്ചിട്ടുണ്ട്. കാറ് പൂർണ്ണമായും കത്തിയ നിലയിലാണ്. അതിനുശേഷം ഇവർ രണ്ടുപേരെയും തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സോനയുടെ ജീവൻ രക്ഷിക്കാനായില്ല. അവർക്ക് ആ സമയത്ത് തന്നെ പൊള്ളൽ വളരെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അവർക്ക് വളരെ പെട്ടെന്ന് ഇങ്ങനെ തീ പടരുന്ന സമയത്ത് എണീറ്റ് ഓടാൻ കഴിയാതിരുന്നതുകൊണ്ട് അവർ ഉറങ്ങിക്കിടക്കുകയായിരുന്നോ എന്നും സംശയമുണ്ട്. എന്തായാലും ഈ അപകടം അറിയാൻ വൈകിയതാണോ, അറിഞ്ഞതിന് ശേഷം തന്നെ രക്ഷപ്പെടുന്നതിന് ഗർഭിണി കൂടിയാണ്, അതുകൊണ്ട് ഇറങ്ങാൻ വൈകിയതാണോ എന്നറിയില്ല. എന്തായാലും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അവരുടെ ജീവൻ രക്ഷിക്കാൻ ഏതായാലും അതിദാരുണമായ സംഭവം പേരാമ്പ്രയിൽ നിന്നും കലോട് ഹോസ്പിറ്റലിൽ നിന്നും ഏകദേശം 15 മിനിറ്റ് വിട്ടിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ചെറുവണ്ണൂരിലേക്ക് പോകുന്ന സ്ഥലത്ത് ഏകദേശം കക്കറമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നാട്ടിനെയും നാട്ടാരെയും വീട്ടുകാരെയും എല്ലാം സങ്കടത്തിലാത്തിക്കൊണ്ടാണ് നമ്മുടെ സോന എന്ന് പറയുന്ന സഹോദരി നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നത്. അവരുടെ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. അതുപോലെ തന്നെ നമ്മളെ റിജിൻ സാരമായ പൊള്ളലേറ്റിട്ട് കോഴിക്കോട് മെഡിക്കൽ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ചികിത്സയിലാണ്. അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് അസുഖമെല്ലാം ഭേദമായിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കട്ടെ എന്നും പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ ചൂടുകാലമാണ്, വാഹനങ്ങളെല്ലാം തീപിടിക്കുകയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും കേരളത്തിൽ ആദ്യത്തെ സംഭവമല്ല. ഒരുപാട് സ്ഥലത്ത് ഇത്തരത്തിൽപ്പെട്ട പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിലുള്ള വാഹന പരിശോധനയിലൂടെ മാത്രമേ എന്താണ് വാഹനത്തിന് പറ്റിയത്, എന്താണ് അപകട കാരണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഏതായാലും ഇത്തരത്തിൽപ്പെട്ട അപകടങ്ങൾ വരാതിരിക്കാൻ തീർച്ചയായിട്ടും നമ്മൾ പരിപൂർണമായിട്ട് ശ്രദ്ധിക്കുക തന്നെ വേണം. കാരണം ചൂടുകാലമാണ്. അത്തരത്തിൽ ഒരുപാട് സമയം വാഹനം ഓടിക്കുന്നതും വാഹന എഞ്ചിൻ ചൂടാവുന്നതും അതുമായി ബന്ധപ്പെട്ട എന്ത് പ്രശ്നമാണെങ്കിലും തീർച്ചയായിട്ടും അത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഇത്തരത്തിൽപ്പെട്ട അപകടത്തിൽ നിന്ന് നമ്മയും അതുപോലെ തന്നെ നമ്മളെ നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം ദൈവം രക്ഷിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.